ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലൈസൻസ് ഇല്ലാതെ ട്രാക്ടർ ഓടിച്ച സംഭവത്തിൽ പരാതി നൽകിയ ആൾക്കെതിരെ സൈബർ ആക്രമണം. പരാതിക്കാരനായ എറണാകുളം ശ്രീമൂലനഗരം സ്വദേശി മുഹമ്മദ് ഫാസിലിനെയാണ് സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ട്രാക്ടർ ഓടിച്ച സംഭവത്തിൽ ഉടമയ്ക്ക് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് പിഴയിട്ടിരുന്നു. 5000 രൂപയാണ് പിഴ ചുമത്തിയത്. കെ സുരേന്ദ്രന് ട്രാക്ടർ ഓടിക്കാൻ ലൈസൻസ് ഇല്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എറണാകുളം ശ്രീമൂലനഗരം സ്വദേശി മുഹമ്മദ് ഫാസിലിന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ സുരേന്ദ്രനെതിരെ പരാതി നൽകിയ മുഹമ്മദ് ഫാസിലിനെതിരെ സൈബർ ഇടത്തിൽ വലിയ ആക്രമണമാണ് നടക്കുന്നത്. സൈബർ ആക്രമണത്തിലും സുരേന്ദ്രനെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ടും കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരനായ മുഹമ്മദ് ഫാസിൽ പറഞ്ഞു. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ഒരു പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിംഗ് ആണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എനിക്ക് ഇൻബോക്സിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് ഫസൽ എന്നായതുകൊണ്ട് തന്നെ തീവ്രവാദിയായും ജിഹാദിയായിട്ടെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് RSSൻ്റെയും ബി.ജെ.പിയുടെയും പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പാലക്കാട് കർഷക മോർച്ചയുടെ ട്രാക്ടർ റാലി. അന്നത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ട്രാക്ടർ ഓടിച്ച് റാലി നയിച്ചു. പാലക്കാട് നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനൊപ്പം ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനും റാലിയിൽ പങ്കെടുത്തിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.